പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രത്തെ പരിചയപ്പെടാം. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രം കൂടിയാണിത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മൃദംഗ രൂപിണിയായ ആദി പരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം മൂകാംബികയിലേതുപോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണ ദേവിയെ ആരാധിച്ചു വരുന്നു. എന്നാൽ പരാശക്തിയുടെ ഈ 3 ഭാവങ്ങൾക്ക് പ്രത്യേകമായി 3 രീതിയിൽ പൂജ നടത്താറില്ല. കലാവാസനകൾ വളരാനും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കും പ്രതിസന്ധികളിലും ഈ ക്ഷേത്ര ദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഉപദേവതകളായ ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, പാർത്ഥസാരഥി സങ്കല്പം, ശ്രീ പരമേശ്വരൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേക പ്രതിഷ്ഠകളുണ്ട്. പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം. പഴശ്ശി യുദ്ധത്തിന് പോകും മുൻപ് ഇവിടെയുള്ള ഗുഹാക്ഷേത്രത്തിൽ ശ്രീ മഹാകാളി ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര സമീപത്തായി തന്നെ പഴശ്ശി രാജാവിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കഥകളിയിലെ വന്ദനാ ശ്ലോകം ഇവിടെ വെച്ചാണത്രേ രചിച്ചത്. ഇത് ഈ ക്ഷേത്രത്തിലെ മൃദംഗ രൂപിണിയായ ഭഗവതിയെ സ്തുതിക്കുന്നതാണ്. ഇത് ഭഗവതിയുടെ സരസ്വതീഭാവം എടുത്തു കാണിക്കുന്നു. കലാകാവ്യാദികളും അക്ഷരവുമെല്ലാം ദേവീ സ്വരൂപമായി കണ്ട് ആരാധിക്കുന്ന പുരാതന ശാക്തേയ സമ്പ്രദായത്തിന്റെ ഭാഗമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. അതിനാൽ കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യകരമാണെന്ന് വിശ്വാസം. വിജയദശമി നാളിൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നവരും ധാരാളം. അതിനാൽ ദൂരദേശങ്ങളിൽ നിന്നടക്കം ധാരാളം കുട്ടികളാണ് ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്താൻ എത്തിച്ചേരുന്നത്. സ്വർഗലോകത്തു നിന്നും ഈ പ്രദേശത്ത് പണ്ടെന്നോ കലാസാഹിത്യ രൂപിണിയായ സരസ്വതി ദേവി ഒരു മിഴാവിന്റെ രൂപത്തിൽ വന്നു വീണുവെന്നും പഴമൊഴി. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗ ശൈലനിലയം എന്നായി മാറിയത്. പിന്നീടത് മിഴാവുകുന്ന് എന്നും അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമത്തിൽ അതുമാറി മിഴാക്കുന്ന്, മുഴക്കുന്ന് എന്നിങ്ങനെ ഇന്നത്തെ മുഴക്കുന്ന് എന്ന പേരിൽ എത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്ത് അല്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് മൃദംഗം വീണതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ഇവിടെ ആദിപരാശക്തിയുടെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെട്ട് ആരാധിച്ചു പോരുന്നു. പുറ്റുകൊണ്ട് മൂടിയ നിലയിലുള്ള പ്രതിഷ്ഠയാണിത്.